പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പും ക്രമക്കേടുമെന്ന് കണക്കുകൾ. പരിപാടിയിൽ അടിമുടി ധൂർത്തെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തുവന്നതോടെ കണക്കുകളിൽ വ്യക്തത തേടാൻ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുവെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്തിന്റെ പ്രതികരണം. ചെലവ് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചു. ഒരു വിശദീകരണം നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് അയ്യപ്പ സംഗമം നടന്നത്. അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല. ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടന്നത്. എന്താണ് ചെലവ്, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതേസമയം സർക്കാരിനെയും ദേവസ്വം മന്ത്രിയെയും വിമർശിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുമെന്നാണ്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, R ശ്രീജിത്ത് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ജിബിനിലേക്കാണ്. ജിബിൻ, ഈ വിഷയം നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വലിയ ക്രമക്കേട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയുടെയും പ്രതികരണം ഏത് രീതിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ വ്യക്തമായിട്ടുള്ളതാണ്. ഇപ്പോഴിതാ കോടികൾ മുടക്കി ഈ പരിപാടി സംഘടിപ്പിച്ചു. പക്ഷെ അവിടെ തന്നെ വലിയ തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. VIP-കൾക്കുള്ള ഹോട്ടൽ മുറി ബുക്കിംഗ്, അങ്ങനെ സർവത്ര ക്രമക്കേടാണ് ജിബിൻ വ്യക്തമാകുന്നത്. അത് തന്നെയാണ് അമൃത. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൃത്യമായി കണക്കുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ദേവസ്വം കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ഓഡിറ്റ് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടിലെ കണക്കുകളിൽ അവ്യക്തതയുണ്ട്. ഈ അവ്യക്തത മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് അടിയന്തരമായി 17-ാം തീയതി ഒരു മീറ്റിംഗ് വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിംഗിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ഊരാലുങ്കൽ ലേബർ സൊസൈറ്റി കീഴിലുള്ള കമ്പനിയാണ് ഇതിന്റെ നടത്തിപ്പുണ്ടായിരുന്നത്. അവരുടെ പ്രതിനിധികളും ഓഡിറ്റ് നടത്തിയ കമ്പനിയുടെ പ്രതിനിധികളും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം ഈ ദേവസ്വം കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെ ചെലവ് 4.99 കോടി രൂപ മാത്രമാണ് ഇനി നൽകാനുള്ള 1 കോടി രൂപയും. പക്ഷേ ഈ ഓഡിറ്റ് കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചിലവെന്ന് പറയുന്നത് 11 കോടിയോളം രൂപയാണ്. അതിൽ 4.5 കോടിയോളം രൂപ ഇനി തിരികെ നൽകാനുമായിട്ടുണ്ട്. അങ്ങനെ ഈ 2 കണക്കുകൾ പ്രകാരം ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. എന്തായിരുന്നാലും ഇതിലൊരു തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഈ 17-ാം തീയതി ചേരുന്ന യോഗത്തിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായ കണക്ക് വിവരങ്ങൾ പുറത്തു പറയാനാകുകയുള്ളൂ. അമൃത, ശരി. R ശ്രീജിത്ത് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ചെലവ് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡാണ് എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറയുന്നത്. അല്പസമയം മുമ്പ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ പരസ്പരം പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കൃത്യമായൊരു വ്യക്തത വിഷയത്തിൽ വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ? അമൃത, തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കായി അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ്. ഓഡിറ്റ് നടത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ക്രമക്കേടുകളെക്കുറിച്ച്, GST ബില്ല് അടയ്ക്കാത്തതിനെക്കുറിച്ച്, കിടക്കയ്ക്കും കട്ടിലിനുമൊക്കെ 1 ലക്ഷം രൂപ വീതം ചെലവാക്കി അടക്കമുള്ള ധൂർത്തിനെക്കുറിച്ച്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിൽ ഹോട്ടൽ മുറി എടുത്തതിനെക്കുറിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഈ ക്രമക്കേടുകളും ധൂർത്തുമടക്കമുള്ള വിഷയങ്ങളെപ്പറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണറാണ്. അതും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ
റിപ്പോർട്ടിനെ അധികരിച്ചാണ് അത്തരം ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ പുറത്തു കൊണ്ടുവന്ന വിഷയത്തിലല്ല ഈ സംവാദവും മറ്റും നടക്കുന്നത്. എന്നാൽ മൊത്തം സ്പോൺസർമാരിൽ നിന്നും ഇപ്പോഴും പണം ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച പണം ലഭിച്ചോ, അല്ലെങ്കിൽ ആരൊക്കെയാണ് പണം ഈ സ്പോൺസർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കുകളിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ കണക്കുകളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അടിയന്തര യോഗമൊക്കെ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്തിലേക്ക് ഒന്നുകൂടി തിരികെ പോവുകയാണ്. ശ്രീജിത്ത്, തുടരാം. ദേവസ്വം ബോർഡിന് മാത്രമായി ഈ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ മണപ്പുറത്ത് സംഘടിപ്പിച്ചത്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ മതപ്രഭാഷണങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നടത്താനായി ദേവസ്വം ബോർഡിന്റെ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുകയിൽ നിന്നാണ് അഡ്വാൻസായി പണം ചെലവഴിച്ചത്. പിന്നെ എന്തുകൊണ്ട് ഈ ചെലവ് സംബന്ധിച്ചുള്ള വിശദീകരണം ദേവസ്വം ബോർഡ് നൽകട്ടെ എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി കൈയൊഴിയുന്നു? ദേവസ്വം ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ടത്. മാത്രമല്ല ചാർട്ടേഡ് അക്കൗണ്ട് നിയോഗിച്ച് 45 ദിവസത്തിനകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു കോടതിയുടെ അടക്കം നിർദ്ദേശം. കോടതി നൽകിയ ഉറപ്പും അതായിരുന്നു. എന്നാൽ 45 ദിവസമല്ല, അതിനപ്പുറത്തേക്കുള്ള ദിവസങ്ങൾ കടന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സർക്കാരിൻ്റെ മുൻകൈയിലാണ് ഇത്തരത്തിലുള്ള ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. ശബരിമല ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനത്തിന് ഭക്തജനങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുക, ഒപ്പം തന്നെ ശബരിമലയുടെ കീർത്തി ലോകമെങ്ങും വ്യാപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന് ഉദ്ദേശ ലക്ഷ്യങ്ങളായി സർക്കാർ വിശദീകരിച്ചിരുന്നത്. അങ്ങനെ സർക്കാരും ബോർഡും സംയുക്തമായി നടത്തിയ ഒരു പരിപാടിയിൽ ഉള്ള ബോർഡിന് മാത്രമായി ഉത്തരവാദിത്വം വരുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സർക്കാരിന് നേരെ ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.